1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണ പഞ്ചായത്തിലെ ചെരണി പന്നിപ്പാറ റോഡിലെ തൂവക്കാടിൻ തോടിന് കുറുകെയുള്ള പാലത്തിന് ശാപമോക്ഷമായി. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നവംബറിൽ ആരംഭിക്കുമെന്ന് PK ബഷീർ MLA പറഞ്ഞു. 2019 പ്രളയത്തിൽ ഭാഗികമായി തകർന്ന് ഭീഷണിയിലായ പാലം പുതുക്കിപ്പണിയുന്നതിന് 2021 കോടികളുടെ ഫണ്ട് അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചിരുന്നു. എന്നാൽ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിന് ഭൂമി വിട്ടുകിട്ടാത്തത് മൂലം പുതിയ പാലം നിർമ്മാണം തുടങ്ങാനായില്ല. ഇരുഭാഗത്തു നിന്നും 50-20 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡിന് സൗജന്യമായി ഭൂമി ലഭിക്കേണ്ടതുണ്ട്. സ്ഥലമുടമകൾ ഇത്രയും ഭൂമി സൗജന്യമായി നൽകാൻ തയ്യാറാകാതെ വന്നതോടെ പാലം പണി അനിശ്ചിതകാലമായി നീണ്ടു. മഴക്കാലത്ത് തോടിലൂടെ മലവെള്ളപ്പാച്ചിലുണ്ടായി ഭാഗികമായി തകർന്ന നിലവിലെ പാലത്തിനു മുകളിൽ വെള്ളം കയറുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസവും പാലത്തിനു മുകളിൽ വെള്ളം കയറിയിരുന്നു. ഇതോടെ വെള്ളിയാഴ്ച PK ബഷീർ MLA സ്ഥലത്തെത്തി ഉടമകളുമായി ചർച്ച നടത്തി. പുതിയത്ത് മുഹമ്മദ്, മുണ്ടോടൻ മൊയ്തീൻ എന്നിവർ അപ്രോച്ച് റോഡിനാവശ്യമായി ഭൂമി സൗജന്യമായി നൽകാമെന്ന് ഉറപ്പു നൽകി. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവൃത്തി നവംബറിൽ ആരംഭിക്കുമെന്ന് PK ബഷീർ MLA പറഞ്ഞു. ഇന്ന് പല പ്രളയകാലം വരുമ്പോഴും പാലത്തിന് കൂടെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോവുകയാണ്. 3 അടി 4 അടി ഉയരത്തിലൊക്കെ വെള്ളം പോവുകയാണ്. ചിലപ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാകുകയാണ്. കുട്ടികൾക്കും അത് വലിയവർക്കൊക്കെ അങ്ങോട്ട് പന്നിപ്പാറയിൽ ബന്ധപ്പെടാൻ, നോക്കാണ്ട് ഇങ്ങോട്ട് ബന്ധപ്പെടാനൊക്കെ പ്രയാസം, ബുദ്ധിമുട്ട്, സ്കൂളുകൾക്ക് പോകാനും ഒക്കെ. അപ്പോൾ അതിന് ശാശ്വത പരിഹാരം നടക്കുകയാണ്. ഞാൻ എറണാകുളത്തെ കഴിഞ്ഞ MLA നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഇതിന് ഒരു ഫണ്ട് സ്വരൂപിക്കണം, ഒരു ഇതൊന്ന് യാഥാർത്ഥ്യമാക്കി ഈ പാലം ഒന്ന് വിപുലീകരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തു. പല സാഹചര്യം കൊണ്ടും അത് നീണ്ടുപോയി. ഇപ്പോൾ 5,66,00,000 രൂപ ഈ പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ സാങ്കേതിക അനുമതിയും കിട്ടി. ഇപ്പം അത് ടെൻഡർ സ്റ്റേജ് നടപടിയിലാണ്. അപ്പോഴാണ് ഈ പാലം 44 മീറ്റർ നീളത്തിലല്ലേ, 40 മീറ്റർ നീളത്തിലാണ് ഈ പാലം വരുന്നത്. അപ്പം പാലം ഒതുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഉയർച്ച ഉണ്ടാവും. റോഡ് അപ്രോച്ച് റോഡിനും സ്ഥലമാണ്. 5.66 കോടി രൂപയാണ് പാലത്തിന് അനുവദിച്ചിട്ടുള്ളത്. 40 മീറ്റർ നീളത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം. സൗജന്യമായി ഭൂമി വിട്ടു നൽകാൻ തയ്യാറായ ഭൂവുടമകളെ MLA പ്രത്യേകം അഭിനന്ദിച്ചു. പന്നിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തുള്ള സ്ഥലം നമ്മുടെ മുഹമ്മദ് സാഹിബിൻ്റെയാണ്. അദ്ദേഹം അതിനാവശ്യമായ അവിടെ ഒരു റോഡുണ്ട്. അപ്പോൾ ഒരു സർവീസ് റോഡ് ഉണ്ടാക്കണം. അതൊരു 50 മീറ്റർ നീളത്തിൽ സർവീസ് റോഡാണ്. അപ്പോൾ അതിനാവശ്യമായ സ്ഥലം സൗജന്യമായിട്ട് മുഹമ്മദ് സാഹിബിന് കിട്ടുന്ന പുതിയത്ത് മുഹമ്മദ് സാഹിബ് അദ്ദേഹം സൗജന്യമായി നൽകാമെന്ന് എഴുതുന്നു. PWD ബ്രിഡ്ജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, വില്ലേജ് ഓഫീസർ, നാട്ടുകാർ, പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇക്കരെ തച്ചണ സ്വദേശി മൊയ്തീൻകുട്ടി, അവരെ ഇതിലും 20 മീറ്റർ നീളത്തിന് സ്ഥലം വേണം. അവിടെ 1 മീറ്റർ ഇവിടെ ഒരു സ്ഥലത്തിന് ഒരു പോരായ്മയുണ്ട്. അത് അദ്ദേഹം സൗജന്യമായിട്ട് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അവർ അങ്ങനെ ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് മുഹമ്മദ് സാഹിബും മൊയ്തീൻകുട്ടി നടത്തിയിട്ടുള്ളത്. അവരെ നാട്ടുകാർക്കും ജനങ്ങൾക്കും പ്രദേശവാസികൾക്കും വേണ്ടി MLA എന്നെടുക്കും ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AG വിനോദ്, TR ജിതിൻ, ഓവർസിയർ P ജംഷീർ, പെരകമണ്ണ വില്ലേജ് ഓഫീസർ M ഉമ്മർ, വാർഡ് മെമ്പർ ഹുസ്ന എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.